ഹായ് ഡീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസ്റ്റർ സോഡാപ്പൊടിയോ ഈനയോ ഒന്നും ചേർക്കാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഇഡലി ദോശ ബാറ്ററൊക്കെ വളരെ എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള നല്ലൊരു കിടിലൻ സൂത്രമായിട്ടാണ് കേട്ടോ. ഇതെല്ലാവർക്കും ഒരു പുതിയ അറിവായിരിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇഡലിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്ന ടിപ്പാണ് കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കമൻറ്റ് ഞാനിവിടെ പിൻ ചെയ്യുന്നുണ്ട്, വീഡിയോൻ്റെ ഇടയിൽ വരും. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പിൽ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുഴുങ്ങലരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി അതേ കപ്പിൽ 1/2 കപ്പ് ഉഴുന്നാണ് ഞാനിവിടെ ആഡ് ചെയ്തെടുത്തിട്ടുള്ളത്. മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് കേട്ടോ. ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്കിത് സോക്ക് ചെയ്തിട്ട് മിക്സിയിൽ തന്നെ അരച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രൈൻഡർ ഒന്നും എടുത്ത് കഷ്ടപ്പെട്ട് അരച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല. എത്ര കിലോ കണക്കിന് മാവ് വേണമെങ്കിലും നമുക്ക് മിക്സ് ഉപയോഗിച്ച് തന്നെ യാതൊരു പ്രോബ്ലം ഇല്ലാതെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡലി ആയാലും ദോശയായാലും പണിയാരായാലും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ റോസ്റ്റ് നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. എല്ലാം നമുക്ക് ഈ ഒരു ബാറ്റർ ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. സെപ്പറേറ്റ് ആയിട്ട് നമ്മളത് പച്ചരിയും ഉഴുന്നൊന്നും ഇട്ട് ആട്ടിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതുപോലെ അരിച്ചെടുക്കുന്ന സമയത്ത് മുഴുവനായിട്ട് നമ്മൾ മിക്സി ജാർ നിറച്ച് അരി ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ 1/4 ഭാഗം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് മിക്സി ജാർ ചൂടാവുകയാണെങ്കിൽ ആ മാവ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി കിട്ടില്ല. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി നമ്മൾ അരയ്ക്കുന്ന മാവിലേക്ക് ചോറോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ പറയുന്ന ഒരു സൂത്രം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോപ്പ് പത പോലെ പൊങ്ങി വന്ന മാവ് തന്നെ കിട്ടുന്നതാണ്. നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഫൈനായിട്ട് അരച്ചെടുക്കരുത്. ചെറിയൊരു തരിയോട് കൂടെ തന്നെ നിങ്ങൾ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ മാവൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ച് ഒരു കലത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നിങ്ങൾ ഈ ദോശ ബാറ്ററൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് മിക്സാക്കി ശേഷം മാത്രം ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് അത് പൊങ്ങി കിട്ടുന്നതാണ്. ഞാൻ ഇതിലേക്ക് അപ്പസോഡയൊന്നും തന്നെ ചേർക്കുന്നില്ല. ഈ ഒരു സൂത്രം മാത്രമാണ് കേട്ടോ ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ 2-3 ദിവസം മുമ്പേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ദോശ ബാറ്റർ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് പുളിച്ച മാവ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഐസ് ട്രേയിലേക്ക് നമുക്ക് പൊങ്ങിയ മാവ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രീസ് ആക്കിയതിന് ശേഷം സിപ്ലോ കവറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ് ജാറിലോ ഇട്ട് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം ഞാനിതൊന്ന് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്കിത് ഫ്രീസായി വരും കേട്ടോ. ഇത് മുഴുവനായിട്ടും നമ്മൾ അരച്ചെടുത്ത മാവിലേക്ക് ഇട്ട് കൊടുക്കണ്ട. ഒരു 4-5 ക്യൂബ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. അടുപ്പിച്ച് നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ തലേ ദിവസത്തെ മാവ് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട്. എന്നാൽ 3-4 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് ആ മാവ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വല്ലാത്തൊരു പുളി രസമായിരിക്കും. പക്ഷേ ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയ്ക്ക് പുളിയൊന്നും ഉണ്ടാവുകയില്ല. മാവ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഞാനൊരു 4-5 ക്യൂബ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്ന ടിപ്പാണെന്ന്. ഫാസില ഹമീദാണ് കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് 100% തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ചധികം മാവ് എടുക്കുകയാണെങ്കിൽ കുറച്ചധികം ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈനയോ ഈസ്റ്റോ ചോറോ ഒന്നും തന്നെ വേണ്ട കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പതഞ്ഞ് പൊങ്ങി കിട്ടുന്നതാണ്. ദോശ ആയാലും ഇഡലി ആയാലും റോസ്റ്റ് ആയാലും അതുപോലെ തന്നെ പനിയാരായാലും നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പം ഞാൻ ഈ മാവിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് അതിൻ്റെ 1/4 ഭാഗം വെച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് നമ്മളുടെ ഈ കലത്തിലുള്ള മാവ് വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് രാത്രി വെച്ചിട്ട് രാവിലെ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ദോശ എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ മാവ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നന്നായിട്ട് ഇവിടെ നമുക്ക് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈസ്റ്റോ ഈനയോ അതുപോലെ തന്നെ സോഡയോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള മാവാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇതുപോലെ ഇനി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഉപ്പിടാതെ അതിൽ നിന്നും കുറച്ച് മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ സൂക്ഷിച്ച് വെക്കുക. അപ്പം ഞാൻ അതിൽ നിന്നും കുറച്ചൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ.
ഉപ്പിടാതെ മാറ്റി വെച്ചതാണ്. ഇത് നമുക്ക് നാളേക്ക് എടുക്കാം കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് ഉപ്പിടാതെ എടുത്ത് വെക്കുക. അപ്പോൾ ബാക്കിയുള്ള മാവിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി കാണിക്കുന്നത് ക്രിസ്പി ആയിട്ടുള്ള റോസ്റ്റ് ആണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഹോട്ടലിലൊക്കെ കിട്ടുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്കൊന്നും പോവേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ മിക്സിയിൽ അരച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇതിന് കറിയോ ഒന്നും തന്നെ വേണ്ട, വെറുതെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ക്രിസ്പി ആവാതെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വേണമെന്നെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ മസാല ദോശയൊക്കെ പോലെ കിഴങ്ങ് മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അതുപോലെയും ഉണ്ടാക്കിയെടുക്കാം. എല്ലാത്തിനും പെർഫെക്റ്റ് ആണ് കേട്ടോ നമ്മളുടെ ഈ മാവ്. അപ്പോൾ നന്നായിട്ട് ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വെറൈറ്റി ടേസ്റ്റും കൂടെ ആയിരിക്കും. അപ്പോൾ ഞാൻ എല്ലാം ഈ രീതിയിലൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഇവിടെ മക്കൾക്കൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചൂടോട് കൂടെ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ഇത് തണുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ചൂടോട് കൂടെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അടുത്തതായിട്ട് ഞാൻ ആ ബാറ്റർ വെച്ചിട്ട് തന്നെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് പനിയാറാണ്. അതിനുവേണ്ടി ഞാനിവിടെ കുയ്യപ്പച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ചായിട്ട് മാവ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് അങ്ങ് മുകൾ വരെ നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്, കാരണം ഈ ബാറ്റർ കുറച്ച് പൊങ്ങി വരുന്നതാണ്. അപ്പോൾ എല്ലാ കുഴിയിലും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് നമ്മൾ തിരിച്ചിട്ട് കൊടുത്ത് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഇതും നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാം. പക്ഷെ ഞാനിവിടെ ഒരു ചട്നി ഉണ്ടാക്കിയെടുത്തിരുന്നു. ഉള്ളിയും എല്ലാം കൂടെ വഴറ്റി ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബബിൾസ് ഒക്കെ വന്നതിന് ശേഷം ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റിന് ശേഷം തുറന്ന് തിരിച്ചിട്ട് കൊടുത്ത് എടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഈ ബാറ്ററിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കരിവേപ്പില അതുപോലെ തന്നെ ചെറിയ ഉള്ളി പച്ചമുളകൊക്കെ വഴറ്റിയിട്ട് ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തിട്ടും ഉണ്ടാക്കാവുന്നതാണ്. അതൊരു വെറൈറ്റി ഫ്ലേവറാണ് കേട്ടോ. അതിന് കറിയൊന്നും വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസും എന്ത് വേണമെങ്കിലും ഈ ഒരു ദോശമാവിൽ ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പനിയാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തത് തക്കാളി ചട്നിയാണ്. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല, ഉള്ളി തക്കാളി വഴറ്റി തേങ്ങയൊക്കെ അരച്ചുണ്ടാക്കിയൊരു ചട്നി ആയിരുന്നു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പണിയാരത്തിന്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ പണിയാരം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കി കാണിച്ച 2 റെസിപ്പി നിങ്ങൾ കണ്ടല്ലോ. ഒരേ ബാറ്റർ വെച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. സെപ്പറേറ്റ് ആയിട്ട് മാവൊന്നും അരച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ചൂടോട് കൂടെ തന്നെയാണ് ഞാനിവിടെ പൊട്ടിച്ച് കാണിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല അടിപൊളി ടേസ്റ്റും കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇഡലിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡലി തട്ടിലേക്ക് കുറച്ച് എണ്ണയൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഇഡലി തട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇഡലി തട്ടിൻ്റെ കുഴിയിൽ മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിലൊരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മളുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതുപോലുള്ള ഒരു സ്റ്റീലിൻ്റെ ഇഡലിത്തട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് അലുമിനിയത്തിൻ്റെ ആണ് എന്നുണ്ടെങ്കിൽ അതിൽ ഒരു തുണി ഒന്ന് വിരിച്ചു കൊടുത്തതിന് ശേഷം ഈ രീതിയിൽ ചെയ്തെടുക്കാം. തുണി ഒന്ന് നനച്ചിട്ട് ഇഡലി തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഓട്ടയില്ലാത്ത ഇഡലിത്തട്ടായതുകൊണ്ട് അതിലേക്ക് തന്നെയാണ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഈ രീതിയിലാണ് കേട്ടോ നിങ്ങൾ ഇഡലി ഉണ്ടാക്കി എടുക്കേണ്ടത്. അരിച്ചെടുക്കുന്ന സമയത്ത് ചെറിയൊരു തരിയോടുകൂടെ നമ്മൾ അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ ഇതുവരെ ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. ഞാൻ ഇഡലി പാത്രം ഒന്ന് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് ചില്ലറ പൈസയാണ് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ തിരക്കിട്ട ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇഡലി പാത്രം ഇതുപോലെ ഗ്യാസിൽ വെച്ച് അങ്ങ് മറന്നു പോകും. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ വറ്റിപ്പോകും. മാത്രമല്ല നമ്മളുടെ ഇഡലി നല്ല ഹാർഡ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ കുറച്ച് ചില്ലറ പൈസ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം തിളച്ചിട്ട് ഇതുപോലെ ഇഡലി തട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്.
ഈ പൈസ എന്തിനാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ വെള്ളം കുറയുന്ന സമയത്ത് നന്നായിട്ട് അതിൻ്റെ സൗണ്ട് കുറഞ്ഞു വരും കേട്ടോ. വെള്ളം തുള്ളിയില്ലെങ്കിൽ ഒരു സൗണ്ടും ഇതിൽ നിന്ന് വരില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചില്ലറ പൈസ ഇട്ട് കൊടുത്തത്. അതിന് 2 ഇഡലി തട്ടും ഇഡലി പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 6 മിനിറ്റ് വേവിച്ചെടുത്താൽ മാത്രം മതിയാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇഡ്ഡലി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ വെള്ളമൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. നമ്മളുടെ ഇഡലിയും നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് അത് ഇളകി വരും കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം നമുക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തണുക്കുന്നതാണ്. എന്നിട്ട് നമുക്കിത് പാത്രത്തിൽ നിന്നും വിടുവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് പൊങ്ങി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. രാവിലെ തിരക്കിട്ട ജോലികൾക്കിടയിൽ തണുക്കാനൊന്നും വെക്കാൻ ടൈം ഇല്ലാത്തവരാണെങ്കിൽ ഈ ഇഡലി തട്ടിൻ്റെ ബാക്ക് സൈഡിൽ ടാപ്പ് വാട്ടർ ഒന്ന് കാട്ടിക്കൊടുത്താൽ മതിയാവും. നന്നായിട്ട് തണുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇഡലി ഇവിടെ പൊട്ടിച്ചും കൂടെ കാണിച്ചു തരാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 3 റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇനി അടുത്ത റൗണ്ട് ഇൻഡക്ഷനിലാണ് വെച്ച് കൊടുത്തിരുന്നത്. എന്നിട്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് 8 മിനിറ്റൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ 8 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ ഇഡലിൻ്റെ നടുഭാഗം ഇതുപോലെ വിണ്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഡലി വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു 6 മിനിറ്റൊക്കെ വേവിച്ചാൽ മതിയാവും. വേവ് അധികമായാലും പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇൻഡക്ഷനിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കോയിനൊക്കെ ഇട്ട് കൊടുത്തത് ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻഡക്ഷനിലൊക്കെ ഇഡലി ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഇഡലി പാത്രത്തിൻ്റെ അടിയൊക്കെ ചെറിയൊരു കറ പോലെയൊക്കെ ആയിട്ടുള്ളത്. ഇൻഡക്ഷനിൽ നിങ്ങൾ ഇഡലി പാത്രം അല്ലെങ്കിൽ പുട്ടുകുറ്റിയൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്തിട്ട് വലിച്ചെറിയാൻ വെച്ചിട്ടുണ്ടായിരുന്ന നാരങ്ങത്തോടുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. യാതൊരു കറയോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ പാത്രങ്ങളിൽ നിന്നും പിടിക്കുന്നില്ല. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.